ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, വയ്യ, തീരെ വയ്യ. പനി പേടിച്ച്, ജലദോഷവും പനിയും കാരണം തീരെ വയ്യ ഗൈസ്. അതുമല്ല, ഇന്നലെ ബ്ലോഗും കാര്യങ്ങളും ഒന്നും വരാഞ്ഞത്, ഇന്നലെ നമ്മുടെ കോട്ടയം ടോപ്സ് കോളേജ് വർക്ക് കഴിഞ്ഞ് വീട്ടിൽ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ നടന്നില്ല. ഫോൺ എടുക്കാൻ പോയിട്ട് ഫോൺ പിടിക്കാൻ പോലും എനിക്ക് വയ്യായിരുന്നു. അതുമല്ല, ഇന്നൊന്ന് ഓക്കെ ആവുമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. അമ്മയൊക്കെ ഹോസ്പിറ്റലിലോട്ട് ഡയറക്റ്റ് പോയിട്ടുണ്ട്. കാരണം അമ്മയുടെ ഈ കഴുത്തിൻ്റെ ഇവിടെ ഒരു മുഴ പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ സർജറി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവർ ഹോസ്പിറ്റലിലോട്ട് പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതുമല്ല, നമുക്കൊന്ന് മുടിയൊക്കെ വെട്ടി ഒന്ന് കുട്ടപ്പനാണ്. ഇതുണ്ട്, മുടിയൊക്കെ വളർന്നിരിക്കുകയാണ്. മുടിയൊക്കെ വെട്ടിയത് കുട്ടപ്പാണ്. അതുപോലെ നമ്മുടെ ഫോണിൽ സ്ക്രീൻ ഗാർഡ് പൊട്ടിക്കണം. സ്ക്രീൻ ഗാർഡിയുടെ ഒരു ചെറിയൊരു പിടിവലിക്ക് സ്ക്രീൻ ഗാർഡ് പൊട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ പൊളിച്ച് കളഞ്ഞായിരുന്നു. അപ്പം പുതിയ സ്ക്രീൻ ഗാർഡ് പൊട്ടിക്കണം. അതുപോലെ ഇതുണ്ട്, സെക്കൻഡ് ഇടവിട്ടാണ് കാലാവസ്ഥ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. അവിടുന്ന് മഴ വരുന്നുണ്ടോ? ഇത്രയും നേരം നല്ല വെയിലായിരുന്നു, നല്ല മഴ വരുന്നുണ്ട്. ഇനി നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ പനി കൂടി, മഴ നനഞ്ഞ് പനി കൂടി വല്ലാത്തൊരവസ്ഥയിലോട്ട് പോകും. അതിനുവേണ്ടി നിൽക്കുന്നില്ല. നമുക്ക് ഈ ഹോസ്പിറ്റലിൽ പോകാൻ ജസ്റ്റ് ഡ്രസ്സും ചേഞ്ച് ചെയ്താലോ. അപ്പോൾ ഗൈസ്, എങ്ങനെയുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കായാലും ഹോസ്പിറ്റലിലോട്ട് പോയാലോ? നല്ല മഴ വരുന്നുണ്ട്. നമുക്കായാലും ഹോസ്പിറ്റലിലോട്ട് പോകാം. ബാ. രണ്ട് ബ്ലോഗ് തമ്മിൽ കൂട്ടി എന്നെ ചേച്ചി ഹായ് പോട്ടെ ചേച്ചി. അപ്പോൾ ഗൈസ്, ഹോസ്പിറ്റലായിട്ട് നമുക്ക് ഒരുപാട് ശബ്ദം വെച്ച് വീഡിയോ റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പം നമ്മുടെ ഓമനാമ്മയ്ക്ക് ഇന്ന് ചെറിയൊരു സർജറി ഉണ്ടായിരുന്നു. അപ്പോൾ ഓമനാമ്മയുടെ കഴുത്തിൻ്റെ താഴെയായിട്ട് ചെറിയൊരു കുരു വന്നതാണ്. അത് പിന്നീട് പഴുത്ത് നല്ല ബൾക്കായി നല്ല വേദനയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ 2 ദിവസം മുന്നേ ഓമനാമ്മ ഒന്ന് ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറാണ് പറഞ്ഞത് നമുക്കിത് സർജറി ചെയ്യാമെന്ന്. അങ്ങനെ അമ്മ അന്ന് ബ്ലഡ് റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടാൻ ലേറ്റ് ആയി. അത് കാരണം ഇന്നത്തേക്ക് സർജറി മാറ്റി വെച്ചേക്കുമായിരുന്നു. അപ്പം ഞാൻ ഓൾറെഡി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അമ്മേനെ സർജറി ചെയ്യാനകത്ത് കയറ്റിയായിരുന്നു. അപ്പം ഞാൻ പനിക്കുള്ള മരുന്നും കാര്യങ്ങളൊക്കെ മേടിച്ച് തിരിച്ചിറങ്ങി വന്നപ്പോഴത്തേക്ക് അമ്മേനെ ചെയ്ത് വെളിയിലിറക്കി. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ മേടിക്കാൻ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതേ, നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, പെട്ടുപോയി. വേറെ രീതിക്കൊന്നുമല്ല, ഇൻഷുറൻസ് കാർഡ് സീല് വെക്കാൻ കൊണ്ടുവന്നു. അതിനകത്ത് അമ്മയുടെ ഫോണിനകത്താണോ അതോ ചാച്ചൻ്റെ ഫോണിനകത്താണോ അതോ എൻ്റെ ഫോണിനകത്താണോ OTP വരുന്നത് എനിക്കറിയത്തില്ല. 3 ഫോണും കിടന്ന് കളിക്കുക, ക്യൂ നിൽക്കുക. അതായത് പുറകിൽ ആൾക്കാർ നിൽക്കുക. അവസാനം ആ ചേച്ചി അതിൻ്റെ ഇടയ്ക്ക് പൂജ എന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ ഫ്രണ്ട് വിളിച്ച് അതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കാരത് അവിടെ സീല് വെക്കാൻ ചേച്ചി ചേട്ടൻ ഏതെങ്കിലും ഒരു ഫോൺ ഉപയോഗിക്കുന്നത്. പൂജേനൊക്കെ എടുത്തൊന്ന് കള മുട്ടൻ കോമഡി ആയിരുന്നു. അവസാനം അമ്മ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അമ്മ വന്ന് അവസാനം ഞാൻ അമ്മേനെ ഞങ്ങൾ പോയിരുന്നു. അയ്യോ, ഏകദേശം 1-2 മണിക്കൂറോളം അവിടെ നിന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ മുടി വെട്ടാൻ വേണ്ടി ചുഴലിലോട്ട് പോവാണ്. ഏതായാലും ബാ. നമുക്ക് മുടി വെട്ടാൻ വേണ്ടി നമ്മൾ കട ബാ ഇങ്ങോട്ട്. അപ്പോൾ ഇത് നമ്മുടെ സ്വന്തം കടയാണ്. പഴക്കപ്പൊക്കെ കമ്പനി കേട്ടോ ഇവിടെ. ബൈ യൂട്യൂബ് ബ്ലോഗ്. അപ്പോൾ ഗൈസ്, അമ്മ സേഫായിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട്. ഞാനും വീട്ടിൽ വന്നിട്ടുണ്ട്. ഹെയർ കട്ടൊക്കെ ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുമല്ല, നമ്മളത് കഴിഞ്ഞ് കുറേ പരിപാടികളൊക്കെ ഉണ്ട്. സിം എടുക്കാൻ പോയി, പിന്നെ ഒരു ബിരിയാണി കഴിക്കാൻ പോയി. വ്ലോഗ് എടുക്കാനുള്ള ചാർജ് നമ്മുടെ ഫോണിൽ ഇല്ലായിരുന്നു ഗൈസ്, ഇല്ലായിരുന്നു. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? എൻ്റെ ഹെയർ കട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ ഷർട്ടും എൻ്റെ കോസ്റ്റ്യൂമും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്താ പിന്നെന്താ, ഇനി നേരെ ടൗണിലോട്ട് പോവുകയാണ്. ടൗണിൽ കുറച്ച് പരിപാടികളുണ്ട്. അപ്പം ഇതിലും നല്ല ഇതുപോലത്തെ കൊച്ചു നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.